കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം കൂടി നമ്മുടെ സംസ്ഥാനത്തിന് ഇതാ നിറവേറാൻ പോവാണ്. മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം ബംഗളൂരു സർവീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായിട്ടാവും നടക്കുക. ബുധൻ ഒഴികെയുള്ള എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവസരവുമുണ്ട്. ജോയ്മോൻ ജോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ഇവിടെ നിന്നുള്ള മലയാളികളിൽ ഭൂരിഭാഗം പേരും ബംഗളൂരുവിൽ ജോലി ചെയ്യുകയും പഠനത്തിന് വേണ്ടി പോയി വരികയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇവരുടെ എത്രയോ കാലത്തെ ആവശ്യമായിരുന്നു ഒരു ബംഗളൂരുവിലേക്ക് കേരളത്തിൽ നിന്നൊരു വന്ദേ ഭാരത് സർവീസ് വേണം, ഒരു വന്ദേ ഭാരത് വേണമെന്നുള്ളത്. അങ്ങനെ ഒടുവിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഫ്ലാഗ് ഓഫിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. 8 മണിയോടുകൂടി ഫ്ലാഗ് ഓഫ് നടക്കും തോന്നുന്നു. അപ്പോൾ ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ സമയക്രമവും ടിക്കറ്റ് നിരക്കും ഒക്കെയും വന്നിട്ടുണ്ടോ ജോയ്മോനെ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കാലങ്ങളായുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു കേരളവും അതുപോലെ തന്നെ ബംഗളൂരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വന്ദേ ഭാരത് സർവീസ്. ആ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. അതായത് ഇന്ന് ആണ് ഈ കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായിട്ടാണ് ഈ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. ഇപ്പോൾ സർവീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ 13 മണിക്കൂറോളം ആവശ്യമായി വന്നിരുന്ന, അതായത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ബംഗളൂരിലേക്ക് എത്തിച്ചേരാൻ 13 മണിക്കൂറിന്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ എക്സ്പ്രസ് യാഥാർത്ഥ്യമായതോടുകൂടി ഇത് 9 മണിക്കൂറിൽ താഴെയായിട്ട് ചുരുങ്ങും. അപ്പോൾ ഈ ബംഗളൂരുവിലേക്ക് നിത്യം സർവീസ് നടത്തുന്ന ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് വളരെ ഗുണപ്രദമായ ഒരു സർവീസാണ് ഇന്ന് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ സർവീസ് സംബന്ധിച്ച് ഇപ്പോൾ പുലർച്ചെ 5 മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും. തിരിച്ച് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടെ ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ 8 ബോഗികളുള്ള പുതിയ വന്ദേ ഭാരത് ട്രെയിനാണ് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലാഗ് ഓഫിനോടനുബന്ധിച്ച് കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഗവർണറും കൊച്ചി മേയറും ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വാരണാസിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഓൺലൈനായിട്ടായിരിക്കും ഈ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതുകൂടാതെ തന്നെ മറ്റ് 4 സർവീസുകൾ കൂടി വന്ദേ ഭാരത് സർവീസ് കൂടി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ റൂട്ടിൽ ഒരു സർവീസ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ ഇതുവരെയുള്ള മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് ഏറ്റവും വേഗത്തിൽ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനായിരിക്കും ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ ഇതിനായിട്ടുള്ള അടുത്ത ദിവസം തൊട്ട്, അതായത് നാളെ മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് ഇതിൻ്റെ സർവീസുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഓക്കെ, ശരി ജോയ്മോൻ. അപ്പോൾ ഈ 11 സ്റ്റോപ്പുകൾ എറണാകുളത്തിനും ബംഗളൂരുവിനും ഇടയ്ക്ക് 11 സ്റ്റോപ്പുകളാകും ഈ വന്ദേ ഭാരതിൽ ഉണ്ടാവുക. മാത്രമല്ല അവിടെ ഇപ്പം ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയാക്കാൻ എത്ര മണിക്കൂറിൻ്റെ ലാഭമാണ് വരുന്നത് അല്ലേ വന്ദേ ഭാരത് വരുമ്പോൾ. അപ്പോൾ യാത്രക്കാരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി നമുക്കത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഘട്ടത്തിൽ വീണ്ടും അവിടേക്ക് പോകാം, ആ വിശേഷങ്ങളൊക്കെയും കാണാം.